ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം. ലോകമാതാവായി വാഴുന്ന മക്കളുടെ മനസ്സറിയുന്ന ചെട്ടികുളങ്ങര അമ്മയുടെ ക്ഷേത്രോത്ഭവത്തെ പറ്റിയുള്ള ഐതിഹ്യം ഇങ്ങനെ. ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് ചെട്ടികുളങ്ങര എന്ന ഈ ഗ്രാമത്തിലെ ഉഗ്രപ്രതാപികളായിരുന്ന 4 കരനാഥന്മാർ, ഇവരിൽ പ്രധാനിയായിരുന്ന ചെമ്പോലിൽ കുടുംബത്തിലെ കണ്ടനാദിച്ചമ്മൻ എന്ന യോഗീവരിന്റെ നേതൃത്വത്തിൽ സമീപ പ്രദേശമായ കൊയ്പ്പള്ളികാരമ്മ ദേവീക്ഷേത്രത്തിലെ ഉത്സവാടിയന്ത്രങ്ങളിൽ പങ്കെടുക്കാനായി പോകുന്നു. ആ ദിനം ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കരനാഥന്മാർ അവരുടെ അന്നത്തെ തിരക്ക് മൂലം ഇവരെ വേണ്ടത്ര രീതിയിൽ ആദരിക്കുവാൻ കഴിഞ്ഞില്ല. ഈ സംഭവത്തിൽ മനസ്സ് വേദനിച്ച് തങ്ങൾക്കും ഒരു പരദേവത വേണമെന്നും ഇതുപോലൊരു ക്ഷേത്രം വേണമെന്നും ദൃഢനിശ്ചയമെടുത്തുകൊണ്ട് 4 കരനാഥന്മാരും അവരോട് യാത്ര പോലും ചോദിക്കാതെ ചെട്ടികുളങ്ങരയിലെ സ്വഭവനങ്ങളിലേക്ക് മടങ്ങി. അനന്തരം ചെമ്പോലിൽ കുടുംബത്തിൽ 4 പേരും ഒത്തുചേർന്ന് ദേവതയുടെയും ക്ഷേത്രത്തിന്റെയും കാര്യങ്ങൾക്കായി ചർച്ചകൾ തുടങ്ങി. അങ്ങനെ കഠിന വ്രതനിഷ്ഠയോടുകൂടി കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി തപസ് ചെയ്ത് ഭഗവതിയോട് സങ്കടങ്ങൾ ഉണർത്തിക്കുവാൻ തീരുമാനിച്ചു. തുടർന്ന് 4 യോഗീവര്യന്മാരും ഭഗവതി നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് കാടും മേടും പുഴകളും മലകളുമൊക്കെ താണ്ടി കൊടുങ്ങല്ലൂരമ്മയുടെ നടയിലെത്തി തപസ് ആരംഭിച്ചു. വ്രതനിഷ്ഠയോടുള്ള താപസ ശക്തിയിൽ വെളിച്ചപ്പാട് ഉറഞ്ഞുതുള്ളി വാളും ചിലമ്പും യോഗീശ്വരന്മാർക്ക് നൽകി. ആ രാത്രി കൊടുങ്ങല്ലൂരമ്മ 4 യോഗികൾക്കും എന്റെ സാന്നിധ്യം ചെട്ടികുളങ്ങരയിൽ വൈകാതെ ഉണ്ടാകുമെന്ന് സ്വപ്നദർശനം നൽകി. സ്വപ്നദർശനം യാഥാർത്ഥ്യമാകുമെന്ന അതിരറ്റ സന്തോഷത്തിൽ ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ പ്രണമിച്ച് പൂർണ്ണ സംതൃപ്തിയോടെ 4 യോഗീവര്യന്മാരും കൊടുങ്ങല്ലൂരിൽ നിന്ന് ചെട്ടികുളങ്ങരയിലേക്ക് യാത്ര തിരിച്ചു. ചെട്ടികുളങ്ങര ഗ്രാമത്തിന് വടക്കു പടിഞ്ഞാറുള്ള കരിപ്പുഴ തോടിന്റെ അങ്ങേക്കരയിൽ ഒരു ദിവസം രാത്രിയിൽ സുന്ദരിയായ ഒരു സ്ത്രീ പ്രത്യക്ഷമാവുകയും തന്റെ ജോലികൾ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങിയ കടത്തുകാരനെ വിളിച്ച് തന്നെ ഇക്കരെ എത്തിക്കണമെന്ന് അറിയിക്കുകയും ചെയ്തു. അതിതേജസ്വിയായ ഒരു തരുണിയെ ഒറ്റയ്ക്ക് ആ രാത്രിയിൽ അവിടെ കണ്ട കടത്തുകാരൻ അത്ഭുത പരവശനായി. തുടർന്ന് കടത്തുകാരൻ ആ സുന്ദരി രൂപത്തെ ഇക്കരയ്ക്കെത്തിക്കാൻ നിർബന്ധിതനായി. തോണി കരക്കടുപ്പിച്ച കടത്തുകാരൻ ഈ രാത്രിയിൽ ഭവതി ഒറ്റയ്ക്ക് എവിടെ പോകുന്നു എന്ന് തിരക്കിയപ്പോൾ ചെട്ടികുളങ്ങരയിലേക്കെന്ന് മറുപടിയും അവരിൽ നിന്ന് ലഭിച്ചു. രാത്രിയിൽ ഒറ്റയ്ക്കൊരു സ്ത്രീ പോകുന്നതിൽ അപാകത തോന്നിയ തോണിക്കാരൻ പുലർച്ചെ വരെ ഭവതിക്ക് ഞാൻ കൂട്ടിരിക്കാമെന്നറിയിച്ചു. അനന്തരം പുതുശ്ശേരിയിലെത്തി ഒരു ആഞ്ഞിലി മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ ആ സ്ത്രീയോട് പറഞ്ഞിട്ട് കടത്തുകാരൻ അടുത്ത വീട്ടിൽ നിന്ന് ഭക്ഷണവും വസ്ത്രവും വാങ്ങിക്കൊടുത്തു. അധ്വാനഭാരത്താൽ ക്ഷീണിതനായ തോണിക്കാരൻ അറിയാതെ ആ മരച്ചുവട്ടിൽ കിടന്നുറങ്ങിപ്പോയി. പുലർച്ചെ ഉണർന്ന തോണിക്കാരൻ ആ സ്ത്രീ എവിടെ കാണാനില്ലെന്നറിഞ്ഞു. ആശങ്കാകുലനായ തോണിക്കാരൻ അത്യന്തം ഭയചകിതനായി. തനിക്കുണ്ടായ അനുഭവം നാട്ടുകാരെ അറിയിച്ചു. വാർത്ത കാട്ടുതീ പോലെ പടരുകയും ചെട്ടികുളങ്ങരയിൽ യോഗീശ്വരന്മാരുടെ കാതുകളിലെത്തുകയും ചെയ്തു. ഒരു നാൾ ഇന്ന് കാണുന്ന ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിന്റെ തെക്ക് വശത്തുള്ള ബ്രാഹ്മണ ഇല്ലത്തിന്റെ പുരമേച്ചിൽ നടക്കുകയായിരുന്നു. പുരമേച്ചിലിന്റെ ഇടവേളയിൽ പ്രാതൽ കഴിക്കുന്ന നേരത്ത് ക്ഷീണിതയായ ഒരു വൃദ്ധ അവിടെ എത്തി തനിക്ക് കൂടി ആഹാരം തരുമോ എന്ന് ചോദിച്ചു. ഇല്ലത്തന്ന് പ്രാതലിനൊരുക്കിയത് കഞ്ഞിയും മുതിരപ്പുഴുക്കും മറ്റുമായിരുന്നു. വിശന്നെത്തിയ ഈ വൃദ്ധയ്ക്കും ഇല്ലത്തു നിന്നും ഇലയും തടയും വെച്ച് കഞ്ഞി വിളമ്പി. കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലത്തെ അന്തർജനം ഈ വൃദ്ധയെ തന്നെ വീക്ഷിച്ചുകൊണ്ട് നിന്നു. കഞ്ഞികൂടി കഴിഞ്ഞ് ഇലയും തടയും എടുത്ത് കൈ കഴുകുവാനായി കുളക്കരയിലേക്ക് നടന്നു നീങ്ങിയ ഈ വൃദ്ധ ഒരു ദിവ്യ ജ്യോതിസായി അപ്രത്യക്ഷമായി. ഇത് ദർശിച്ച അന്തർജനം മോഹാലസ്യപ്പെട്ടു വീണു. ഈ വാർത്തയും നാടാകെ പരന്നു. ഇതറിഞ്ഞെത്തിയ കരനാഥന്മാർ ഉടൻ തന്നെ ദൈവജ്ഞനെ വരുത്തി കവടി നിരത്തി പ്രശ്നം വയ്ക്കുകയും പ്രശ്നവശാൽ ദേവീ സാന്നിധ്യം ചെട്ടികുളങ്ങരയിൽ ഉണ്ടായതിന്റെ തെളിവാണ് മുൻപുണ്ടായ അനുഭവങ്ങൾ എന്നറിയിക്കുകയും ഉടൻ തന്നെ നല്ല മുഹൂർത്തം നിശ്ചയിച്ച് ദേവീപ്രതിഷ്ഠ നടത്തുകയും വേണമെന്ന നിഗമനത്തിലെത്തി. മഹാമായയുടെ ദിവ്യശക്തിയിൽ
അതിരറ്റ സന്തോഷത്തോടുകൂടി നിറഞ്ഞ ഭക്തിയോടെ യോഗീശ്വരന്മാരുടെ സാന്നിധ്യത്തിൽ ദേവീ പ്രതിഷ്ഠ നടത്തുകയും അനന്തരം ദേവി ചെട്ടികുളങ്ങര അമ്മ എന്ന നാമത്തിൽ അറിയപ്പെടുകയും എല്ലാവർക്കും അനുഗ്രഹം ചൊരിയുന്ന അമ്മയായി എന്നെന്നും നിലനിൽക്കുന്ന അനശ്വര ചൈതന്യ ദീപമായി ഭക്തമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. പ്രസിദ്ധമായ ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം സർവമംഗളകാരിണിയും ദുഃഖനിവാരിണിയും ഐശ്വര്യദേവതയുമായ സാക്ഷാൽ ശ്രീഭദ്രകാളി കുടികൊള്ളുന്ന പുണ്യക്ഷേത്രം. ഭക്തരുടെ വിളിപ്പുറത്തണയുന്ന ഈ ജഗദംബികയുടെ തിരുസന്നിധിയിലെത്തുമ്പോൾ തന്നെ ഏതൊരാളും പാപവിമുക്തി കൈവരിക്കുന്നു എന്ന യാഥാർത്ഥ്യം പരമസത്യമാണ്. ഓണാട്ടുകരയുടെ പരദേവതയായ ശ്രീ ചെട്ടികുളങ്ങര ഭഗവതിയുടെ അനുഗ്രഹശക്തിയാൽ മാറാത്ത വ്യഥകളോ തീരാത്ത ദുഃഖങ്ങളോ ഉണ്ടാവുകയില്ല. ആപൽ ബാന്ധവയും ശക്തിസ്വരൂപിണിയുമായ ചെട്ടികുളങ്ങര അമ്മയുടെ പുണ്യഭൂമിയിൽ കിഴക്കേ കൂവളത്തറയിൽ വല്യച്ഛന്റെ പ്രതിഷ്ഠയും യക്ഷി, മൂർത്തി, മൂലസ്ഥാനം, രക്ഷസ്, കണ്ണമ്പള്ളിൽ ഭഗവതി, തേവാരമൂർത്തി, ശ്രീ ഗണപതി ഭഗവാൻ, നാഗരാജാവ്, നാഗയക്ഷി, സർപ്പദൈവങ്ങൾ, ബാലകൻ എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളും ചൈതന്യവത്തായി വിരാജിക്കുന്ന അസുലഭ ദർശനം ഭക്തർക്ക് സാധ്യമാകുന്നു. എല്ലാ വർഷവും വൃശ്ചിക മാസത്തിലെ ഭരണിനാളിൽ ദേവീബിംബം വട്ടകയിൽ കുടിയിരുത്തി ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് എഴുന്നള്ളുന്നതോടെ ചെട്ടികുളങ്ങര ദേശം ഉത്സവത്തിനായി ഉണരുന്നു. പിന്നീട് ധനുമാസത്തിലെയും മകരമാസത്തിലെയും ഭരണിനാളിൽ ജീവിതയിൽ ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. എല്ലാ മാസത്തിലെയും ഭരണിനാളിൽ ചെട്ടികുളങ്ങര അമ്മയ്ക്ക് ഇഷ്ടവഴിപാടായ ഗുരുസിയും ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു. മകരമാസത്തിലെ മകയിരം നാളിൽ ആദിയോഗീശ്വരന്റെ ഭവനമായ ചെമ്പോലിൽ കുടുംബത്തിലേക്ക് ഭഗവതി കൈനീട്ടപ്പറയ്ക്കായി എഴുന്നള്ളുന്നു. മകരമാസ പൂയനാളിൽ ഒന്നാമത് കരയായ ഈരേഴത്തേക്ക് കരയിൽ പറക്കെഴുന്നള്ളുന്നതോടെ ഏകദേശം 2 മാസം നീണ്ടു നിൽക്കുന്ന പറയെടുപ്പുത്സവം തുടങ്ങുകയാണ്. ഭഗവതിയുടെ മറ്റൊരു പ്രധാന വഴിപാടാണ് ചാന്താട്ടം. ചാന്തിനാൽ കോലത്തിൽ അഭിഷേകം ചെയ്യുന്നതാണ് ഈ വിശിഷ്ട വഴിപാട്. വിശ്വപവിത്രകാരിണിയായ ചെട്ടികുളങ്ങര ജഗദീശ്വരിയുടെ തിരുസന്നിധിയിൽ ഭജനമിരിക്കുന്നവരിലും ഭക്തിപുരസരം തിരുനാമം ഉരുവിടുന്നവരിലും ഭഗവതി കരുണാകടാക്ഷം വർഷിക്കുമെന്നുള്ളതിന് നിരവധി അനുഭവങ്ങൾ. ചെട്ടികുളങ്ങര അമ്മയ്ക്ക് ഏറ്റവും പ്രിയങ്കരമായ വഴിപാടാണ് കുത്തിയോട്ടം. ഭക്തി ആദരപൂർവ്വം നടത്തുന്ന കുത്തിയോട്ട വഴിപാട് ഏറെ പ്രാധാന്യമർഹിക്കുന്നത് ഇതിലേക്കായി കൊച്ചുകുട്ടികളെ ദേവീ പാദത്തിങ്കൽ സമർപ്പിച്ച് ചൂരിൽ മുറിയുക എന്നറിയപ്പെടുന്ന ചടങ്ങാണ്. വഴിപാട് നേരുന്ന ഭക്തർ സ്വഭവനത്തിൽ വെച്ച് കുംഭമാസത്തിലെ തിരുവോണ നക്ഷത്രമായ ശിവരാത്രി നാൾ മുതൽ കുംഭഭരണി തലേനാൾ വരെയുള്ള 7 ദിനങ്ങളിൽ കുത്തിയോട്ടം ഭക്തിനിർഭരമായി നടത്തിവരുന്നു. വ്രതാനുഷ്ഠാനത്തോടുകൂടി എല്ലാ ദിവസവും സന്ധ്യാനേരം മുതൽ കുത്തിയോട്ട പാട്ടും ചുവടും ആരംഭിക്കുന്നു. കൊടുങ്ങല്ലൂർ നടയിങ്കൽ യോഗികൾ ചെയ്തൊരു തപസിന്റെ പുണ്യമായി തവ സമീപ്യം മണ്ണിൽ ഐശ്വര്യദേവതയായ അമ്മ വാഴുമ്പോൾ ഞങ്ങൾക്കിന്നെന്തു ഭാഗ്യം. ശ്രീചക്രവാസിനിയായി വിളങ്ങിടും ശ്രീലളിതാംബിക ചെട്ടികുളങ്ങര ഭഗവതിയുടെ ജന്മനാൾ ആഘോഷിക്കുന്ന
കുംഭഭരണി ദിനം പ്രഭാതത്തിൽ കുത്തിയോട്ടം നടത്തിവരുന്ന ഭവനങ്ങളിൽ നിന്നും കുത്തിയോട്ട പാട്ടുപാടി ആശാന്റെ നേതൃത്വത്തിൽ ചൂരൽ മുറിയുന്ന ബാലകരെ മുൻനിർത്തി വാദ്യഘോഷാദികളുടെ അകമ്പടിയോടുകൂടി ആഘോഷപൂർവം ദേവീ സന്നിധിയിൽ എത്തിച്ചേരുന്നു. തുടർന്ന് ഭഗവതിയെ വലം വെച്ച് തിരുമുമ്പിലെത്തി ചൂരൽ മുറിയുന്ന ചടങ്ങ് നടത്തി സാഷ്ടാംഗം പ്രണമിച്ചു ധന്യരാകുന്നു. മധ്യ തിരുവിതാംകൂറിലെ നിരവധി ക്ഷേത്രങ്ങളിൽ കുംഭം മീനം മാസങ്ങളിൽ കൊയ്ത്തുത്സവങ്ങളുമായി ബന്ധപ്പെട്ട് കുതിര, തേര്, കാളകെട്ട് തുടങ്ങിയ ആഘോഷങ്ങളുണ്ടെങ്കിലും കലാമേന്മയും അന്തസ്സുളവാക്കുന്ന ദൃശ്യഭംഗിയും ഒരു ദേശത്തിന്റെ തന്നെ കൂട്ടായ്മയും മെയ്ക്കരുത്തും സർവോപരി ആകാശമുട്ടുമാറുള്ള വലിപ്പവും ഒരുമിച്ച് സമ്മേളിക്കുന്ന കലാവിരുത് എന്നതാകാം ചെട്ടികുളങ്ങര കെട്ടുകാഴ്ചയെ മറ്റുത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. കെട്ടുകാഴ്ചയോടനുബന്ധിച്ച് നടത്തുന്ന അന്നദാന വഴിപാടാണ് കുതിരമുട്ടിൽ കഞ്ഞി. കെട്ടുകാഴ്ച നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടവേളയിൽ ദേവിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളെ അനുസ്മരിപ്പിക്കുന്നതാണ് കഞ്ഞി വഴിപാട്. കുംഭഭരണി നാൾ സായന്തനത്തിൽ ഈരേഴ തെക്ക്, ഈരേഴ വടക്ക്, കൈത തെക്ക്, കൈത വടക്ക്, കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, പേള, കടവൂർ, ആഞ്ഞിലിപ്ര, മറ്റം വടക്ക്, മറ്റം തെക്ക്, മേനാമ്പള്ളി, നടക്കാവ് എന്നീ 13 കരക്കാർ അണിയിച്ചൊരുക്കിയ ആകാശചുംബികളായ കെട്ടുകാഴ്ചകൾ ദേവി തിരുമുമ്പിലെത്തി ദർശനം നടത്തിയ ശേഷം ക്ഷേത്രത്തിന്റെ കിഴക്കേ വയലിൽ അണിനിരക്കുന്നു. വശ്യമനോഹാരിത തുളുമ്പുന്ന വർണ്ണാഭമായ ഈ കെട്ടുകാഴ്ചകൾ കാണാൻ ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. കുംഭഭരണി നാൾ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഭഗവതി ഓരോ കരകളുടെയും കെട്ടുകാഴ്ചകൾക്ക് മുമ്പിൽ എഴുന്നള്ളി വന്നു വായ്ക്കുരവകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ആനന്ദ നൃത്തമാടുന്നു. അത്യപൂർവമായി കാണാൻ കഴിയുന്ന ഭഗവതിയുടെ ഈ എഴുന്നള്ളത്ത് ദർശിക്കാൻ ദേവാദിദേവകൾ പോലും വന്നണയുന്നതായാണ് സങ്കല്പം. എഴുന്നള്ളത്ത് കഴിയുന്നതോടെ കുംഭഭരണി മഹോത്സവത്തിന് തിരശീല വീഴുന്നു. കുംഭഭരണി കഴിഞ്ഞ് 10-ാം നാൾ മുതൽ 13 ദിവസം നീണ്ടു നിൽക്കുന്ന എതിരേൽപ്പുത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. ഓരോ കരകളുടെ ആസ്ഥാനത്തു നിന്നും വിവിധ കലാരൂപങ്ങളോടും വർണ്ണദൃശ്യങ്ങളോടും കൂടി കരപ്രദക്ഷിണം ചെയ്തു ഉരുളിച്ച വരവ് എന്നറിയപ്പെടുന്ന എതിരേൽപ്പ് ദേവീക്ഷേത്ര സന്നിധിയിൽ സന്ധ്യാനേരത്തോടെ എത്തിച്ചേരുന്നു.